രാജ്യത്ത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് കേസുകൾ സജീവമാകുന്നു. ലോകത്ത് മാരകമായി പടരുന്ന കോവിഡ് വകഭേദമായ ഒമിക്രോൺ JN.1 സാന്നിധ്യമാണ് കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിക്കാൻ കാരണം. വ്യാപനശേഷി കൂടുതലായ ഈ വകഭേദത്തിന് ആർജിത പ്രതിരോധശേഷി മറികടക്കാനാകുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നിന്ന് ശേഖരിച്ച ഒരു സാമ്പിളിൽ JN.1 സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനവും അതീവ ജാഗ്രതയിലാണ്. എന്നാൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. അതേസമയം കഴിഞ്ഞ ദിവസം കണ്ണൂരും കോഴിക്കോടും 2 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ആശങ്ക ഉളവാക്കുന്നുണ്ട്. കോഴിക്കോട് കുന്നുമ്മൽ സ്വദേശി കുമാരൻ, കണ്ണൂർ പാനൂർ സ്വദേശി അബ്ദുള്ള എന്നിവരാണ് മരിച്ചത്. ഇരുവരുടെയും മരണത്തിന് ശേഷം നടത്തിയ പരിശോധനയിലായിരുന്നു കോവിഡ് സ്ഥിരീകരിച്ചത്. ഇരുവരുടെ മൃതദേഹം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സംസ്കരിച്ചു. എന്നാൽ ഇവരുമായി സമ്പർക്കത്തിലേർപ്പെട്ട ആർക്കും മറ്റു കോവിഡ് ലക്ഷണങ്ങൾ ഒന്നും ഇല്ലാത്തത് ആശ്വാസകരമാണ്. ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ദിവസം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ 89% കേരളത്തിലാണ്. ഇന്നലെ മാത്രം സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് 199 പേർക്കാണ്. രാജ്യത്ത് ആകെയുള്ള ആക്റ്റീവ് കേസുകൾ 1701 ഇതിൽ 1523 കേസുകളും റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ പരിശോധന കൂടുതലായതുകൊണ്ടാണ് ഉയർന്ന കണക്കെന്നായിരുന്നു ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം. നവംബർ മുതൽ സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയ വർധനമാണ് രേഖപ്പെടുത്തിയത്. ഇതിന് പിന്നാലെയായിരുന്നു പരിശോധന കൂട്ടാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സാമ്പിളുകളുടെ ഫലം വരുന്നതേയുള്ളൂ. നേരത്തെ ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂരിലെത്തിയ യാത്രക്കാരനിൽ JN.1 കണ്ടെത്തിയിരുന്നു. വ്യാപനശേഷി കൂടുതലായ JN.1 രാജ്യത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തിൽ പരിശോധനകളുടെ എണ്ണം ഇനിയും കൂട്ടണമെന്നും നിരീക്ഷണം ശക്തമാക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി.